ഹലോ ഗൈസ്, എല്ലാവർക്കും ഗ്രീൻ ട്രിപ്പറിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ജിതു, ഇത് വിഷ്ണു. ഞങ്ങളിന്ന് ഗ്രീൻ ട്രിപ്പറിൻ്റെ യാത്ര എറണാകുളം ജില്ലയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള തട്ടേക്കാടേക്കാണ്. നമുക്ക് തട്ടേക്കാടത്തെ വിശേഷങ്ങളെല്ലാം കണ്ടിട്ട് തിരിച്ചു വരാം. കണ്ടായിരുന്നു മറ്റേ അപ്പുറത്തെ ഒരു മൂലയ്ക്ക് അതെന്നായിരുന്നു മരപ്പെട്ടി അല്ലേ അതിനകത്ത് നട്ടേക്കുന്നു അല്ലേ? അവരുടെ വിഷം അവരെ ആകാരത്തെ എത്തിക്കും. സ്പെഷ്യാലിറ്റി കാരണം ഇത് ഞാൻ അടുത്ത ദിവസം എന്തെങ്കിലും ഒരു ആവശ്യം പിടിച്ചു കഴിയുമ്പേ ഇതാണെന്ന് അറിയാൻ. അങ്ങനെ തട്ടേക്കാട് ബേർഡ് സാങ്ച്വറിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ബേർഡ് സാങ്ച്വറിയുടെ അവിടെ പാർക്കിംഗ് യാർഡുണ്ട്. പാർക്കിംഗ് യാർഡിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ പാർക്കിംഗ് യാർഡിൽ ഇപ്പോൾ നമുക്ക് അത്യാവശ്യം വെഹിക്കിൾസ് പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇവിടെ ഉണ്ട്. ഒരുപാട് വണ്ടികൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ ആയതാണ് അധികം ഒരുപാട് ആളുകൾ എത്തിയിട്ടില്ല. എന്നാലും വരുന്ന വണ്ടികളെല്ലാം പാർക്ക് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് ഉള്ളിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. തട്ടേക്കാട് പക്ഷി സങ്കേതം പെഡൽ ബോട്ടിംഗ് ഫെസിലിറ്റി ഉണ്ട്. പെഡൽ ബോട്ടിങ്ങിൻ്റെ ചാർജസും കാര്യങ്ങളാണ്. 2 സീറ്റ് ബോട്ടിന് മിനിമം 100 രൂപയാണ്. അതുപോലെ 4 സീറ്റ് ബോട്ടിന് മിനിമം 100 രൂപ അവൈലബിൾ ആണ്. അരമണിക്കൂർ സമയത്തേക്ക് നമുക്ക് പെഡൽ ബോട്ടിങ് ചെയ്യാം. പക്ഷെ അക്വേറിയമാണ് ഇവിടെ ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൽ അക്വേറിയത്തിലുള്ള ഫിഷ് ഏതൊക്കെയാണ് മീനുകളുള്ളതെന്നും ആ മീനുകളുടെ എന്താണ് അവരെ പറ്റിയുള്ള ഇൻഫർമേഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറയാൻ അത്രയ്ക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് നമുക്കൊരു ക്ലാരിറ്റി കുറവ്. കാരണം വെള്ളം അത്ര നന്നായിട്ട് ഒരു ഫിൽറ്റർ ഒന്നും ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു. വെള്ളത്തിൽ കുറച്ച് പായലൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നില്ല. ആ സൈഡിലൊക്കെ മീൻ പൊങ്ങി വരുന്നുണ്ട്. ഇവിടെ ഒന്നും ഇല്ല കേട്ടോ. ചുമ്മാ കിടക്കും. ഇതിനകത്തൊന്നുമില്ല.
ഓക്കെ. ഭയങ്കര സ്പെഷ്യാലിറ്റി ഉള്ള സിംഹാലം കുറഞ്ഞു. ഫുഡ് കഴിക്കാനുള്ള തിരക്കില്ല. എന്നൊക്കെയാ കൊടുക്കുന്നത്? പഴം, തക്കാളി, ക്യാരറ്റ് എല്ലാം തിന്നു. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. അതെയോ? ആ സെലക്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കഴിക്കുള്ളൂ. സെലക്ഷൻ സാധനങ്ങൾക്ക് കാണാം. ഇന്ന് പോയി മേടിച്ചു കൊടുത്തിട്ട് ഇവിടെ കൊടുക്കാനേ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യണം. എവിടെ കഴിക്കാൻ വേണ്ടിട്ട് ഭയങ്കര അത് കണ്ടോ എന്ത് വിശക്കണ്ടാ അല്ലെങ്കിൽ തില്ലാന്നേ, അല്ലെങ്കിൽ തില്ല. നമ്മള് വിശക്കണ്ട കേട്ടോ, നല്ല വിശപ്പാ. പെട്ടെന്ന് കഴിച്ചു. മറ്റേ അങ്ങനെ ഇതൊന്നും എടുത്ത് മേടിച്ചിട്ട് വേറെ അത് ഞാൻ തിന്നറിയാൻ വേണ്ടിട്ടില്ല. വീട്ടിലൊരു പടം കൊടുക്കുന്നുണ്ട്, അതാ മൂടി വെച്ചേ. ഇത് കൈ കണ്ടു കഴിഞ്ഞാൽ വളരെ കളി. ഇവിടെ ഒരു പുഴു ഇരിപ്പുണ്ട്. ഇതുണ്ടല്ലോ, ഞാനത് മൂട്ടി വെച്ച എന്തിനാന്നറിയോ? അതെ, അല്ലെങ്കിൽ അത് വളരെ കളയത്തില്ല. ഇവിടെ അറിയണമെന്ന് പറഞ്ഞ് അടിച്ചിട്ടാ. അത് ഇഷ്ടമാണോ എല്ലാം തക്കാളിയൊക്കെ? അത് താൽപോയാലും എടുത്തോണ്ട് ഇത് മെയിലാണോ? ആണാണ്. ഇത് നമ്മുടെ ഇവിടുന്ന് തട്ടേക്കാടുന്ന് തന്നെ? അല്ലല്ല, വേറെ കൊണ്ടാണോ? പിടിച്ചോണ്ടെന്നാണോ? ചേട്ടൻ്റെ പേരെന്താ? എന്റെ പേര് ജോയിന. ഈ നമ്മുടെ ഇവിടെ തട്ടേക്കാട് ഇതുണ്ടോ? ഈ സിംഹവാലം കുരങ്ങന്മാരുണ്ടോ? ഇല്ല, ഇവിടെ ഇല്ല. മയിലിനെല്ലാം കൊടുക്കുന്നത് ഇപ്പം? മയിലിന്റെ കടല, പച്ചമുളക്, കാവേജ്. മയിലിന് ഫുഡ് ഉണ്ടോ? എല്ലാ സാധനവും. കടല, പച്ചമുളക്, ക്യാബേജ്, സവോള, ഇതൊക്കെയാണ് മയിലിന് കൊടുക്കുന്നത്. തത്തയ്ക്ക് കൊടുക്കുന്നത് പഴം തന്നെയാണ്. പഴം പേരക്ക അധികമായിട്ട് പച്ചപ്പേരക്ക കുറച്ച് കാരണം അതിന്റെ ചുണ്ടിന്റെ ഇത് നീളം കുറവുണ്ടല്ലോ. ഇതുണ്ടോ പെട്ടെന്ന് പഴം കിട്ടുന്നോണ്ട് വേഗം ക്യാരറ്റ് അത് ബ്രഷിലേക്ക് നല്ല സാധനം ഫ്രഷ് മാത്രമേ ഇത് വോട്ടിംഗ് യാർഡിലേക്കുള്ള വഴിയാണ്. നമ്മുടെ തട്ടേക്കാട് പക്ഷിസങ്കേതം നമ്മുടെ സലീം അലിയുടെ പേരിൽ നിങ്ങൾ അറിയപ്പെടുന്നുണ്ട്. അതെ, 1983 ഓഗസ്റ്റ് 27-ാം തീയതി നിലവിൽ വന്ന കേരളത്തിലെ ഏക ഉഷ്ണമേഖല പക്ഷി സങ്കേതമാണ് തട്ടേക്കാട്. 25.16 ചതുരശ്ര കിലോമീറ്ററാണ് ഇതിൻ്റെ വിസ്തീർണം പറയുന്നത്. ഡോക്ടർ സലീം അലി പക്ഷികളുടെ സർവേ നടത്തുന്നതിനായി ഒന്നിലധികം തവണ തട്ടേക്കാട് സഞ്ചരിച്ചിരുന്നതാണ് പറയുന്നത്. അവിടെ എന്തോ കട്ട് ചെയ്യാനോ എന്തൊക്കെയോ മെഷീൻ്റെ ഓൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാകും. കേരളത്തിൽ കണ്ടുവരുന്ന 590 ഇനം പക്ഷികളിൽ 322 ഇനങ്ങൾ തട്ടേക്കാട് കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് ഈ ബോർഡിൽ പറയുന്നത്.
ബോട്ട് ഓടുന്നില്ലേ? അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവര് പത്താളാകുമ്പോൾ വിളിക്കാന്നൊക്കെ പറഞ്ഞു. കൊറേ പേരായിരുന്നു. പെഡൽ ബോട്ടിനാണ് ഈ ബോട്ട് പോകും. 1500 വെച്ചാൽ ഒരാൾക്ക് 750 രൂപ വരും. ഇത് കപ്പാസിറ്റി 22 പേരാണ് ഈ ബോട്ടിന്റെ കപ്പാസിറ്റി. മറ്റേ ബോട്ടിനെ ആകുമ്പോൾ 10 പേരാണ് അതിന്റെ കപ്പാസിറ്റി. അതിലത് ഇവർക്ക് ഇവിടെ ലോക്കൽ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ബോട്ടാണ്. ഇതിന്റെ സീറ്റ് ഒരു സീറ്റല്ലേ ഉള്ളൂ, വേറെ സീറ്റ്സ് ഒന്നും ഇല്ലല്ലോ. ഫോറസ്റ്റിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബോട്ടാണ്. അതായത് 10 പേര് മിനിമം 10 പേരെങ്കിലും ഇറങ്ങിയാലേ ഫോട്ടോ എടുക്കുന്നതാണ്. 10 പേരായിട്ടെല്ലാം പോകും. മുകളിലേക്ക് വന്നു. ിലധികം മെഡിസിനൽ പ്ലാന്റ്സ് ഇവിടെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. മെഡിസിനൽ പ്ലാന്റ്സ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. ഒരുപാട് പ്ലാന്റ്സിന് അതിൻ്റെ പേരും അതിൻ്റെ ഒരു എന്താ പറയുക ശാസ്ത്രനാമവും ഇംഗ്ലീഷിൽ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുള്ള ബോർഡ് വെച്ചിട്ടുണ്ട് എല്ലാ ചെടികളുടെയും ചോട്ടിലെ. ഇതുവഴി തന്നെ തിരിച്ച് എക്സിറ്റ് ചെയ്യണം. അതെ, നമ്മൾ വന്ന വഴി തന്നെയാണ് എക്സിറ്റ്. നമുക്ക് ഈ സെന്ററിൽ കൂടെ പോയാലോ? മുംബൈയില്ല, തുമ്പിയില്ല. എന്തിൻ്റെ ഒരു ഫ്രൂട്ടല്ലേ? ബ്ലൂബെറിയുടെ ഒക്കെ. ബ്ലൂ കളർ എല്ലാം ബ്ലൂ. ബ്ലൂബെറിയുടെ ഒക്കെ ഒരു വലിയ ഓർമ്മയില്ല. എന്തുകൊണ്ട് ഇത് മറ്റേ സംഭവം, മറ്റേ രുദ്രാക്ഷം. രുദ്രാക്ഷം ഇത് രുദ്രാക്ഷം. അത് ഉണ്ടോ രുദ്രാക്ഷം? ഇഷ്ടം പോലെ നടത്തുന്നത് വലിയ ട്രീ ഉണ്ട്. രുദ്രാക്ഷാണോ? ചൂട് കൊടുത്തിട്ടുണ്ടോ? വലിയ ട്രീ. അതെല്ലാം തോന്നുന്നു അതിൻ്റെ ആണോ ഇത്? സംഭവം രുദ്രാക്ഷം അല്ലേ? ശരിക്കും രുദ്രാക്ഷം പോലെ ഉണ്ട്. ഉണ്ടോ? ഒരുപാട് അല്ലേ? ഒരുപാടുണ്ട്. ശരിക്കും നമ്മൾ കുമരകത്ത് ഇതുപോലെ ബേർഡ് ഗാർഡനും ഇതുപോലെ ഇതൊക്കെ എന്താ പറയുക ഇതുപോലെ മെഡിസിനൽ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ അവിടെ ഒന്നുമില്ല. ഇവിടെ അത്യാവശ്യം എല്ലാം ഉണ്ട്. അവിടെ അങ്ങനെ ഉണ്ടെന്ന് പറയുന്നേ ഉള്ളൂ, അവിടെ ഒന്നുമില്ല.
നമുക്ക് മുകളിലേക്ക് പോവാം. ഓക്കെ. ഡെമോ ഗാർഡൻ. ഈ ഒരു ബട്ടർഫ്ലൈ പാർക്ക് ഉണ്ട് നോക്കി. ബട്ടർഫ്ലൈ പാർക്കിലേക്ക് അവിടെ ഒരു ഡയറക്ഷൻ ബോർഡ് ഉണ്ട്. ബട്ടർഫ്ലൈ പാർക്ക് ഒരു മ്യൂസിയം ഉണ്ട്. മ്യൂസിയം. ചോദിച്ചിട്ടുണ്ട്. ഫുള്ള് ചൂരലാണ്. ചൂരലല്ല, വേറെ ഒരു ഇല്ലിയുടെ എന്തോ സംഭവം തോന്നുന്നു. അടിപൊളി. കിട്ടില്ല കേട്ടോ, ഫോട്ടോ എടുക്കാൻ അടിപൊളിയായിരിക്കും അല്ലേ? ഇത് നമ്മുടെ കമ്പിയുണ്ട്. കമ്പി വെച്ചിട്ട് സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് അതിന് പുറത്ത് ഇതിങ്ങനെ വളച്ച് വെച്ചിട്ട് കെട്ടിയേക്കുവോ. പക്ഷെ രസമുണ്ടല്ലേ അല്ലേ? മുകളിലേക്കൊന്ന് നോക്കി. അല്ലേ, സംഭവം കൊള്ളാം അല്ലേ? ഫോട്ടോഗ്രാഫിക്ക് പറ്റിയത് നല്ലൊരു ആംബിയൻസ്. ഈ കുളത്തിലെന്താ നോക്കിയായിരുന്നു? എല്ലാവരും ഇത് പറയുന്ന കേട്ടിട്ടേ ഉള്ളൂ, പക്ഷെ എന്താണെന്ന് കണ്ടിട്ടില്ല. ഇതിലുണ്ട്, ഈ ബോർഡിലുണ്ട്. ബോർഡിലുണ്ട്. ബോർഡ് എല്ലാം വിശദമായിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫ്ലാഷാണ്. ഫ്ലാഷ് ആ സാധനം എന്താ നീ കണ്ടിട്ടില്ല ഇതുവരെ? നിൻ്റെ ഏതാ? എനിക്കറിയില്ല ഏതാ നാളെ ചെയ്തിട്ടുണ്ടല്ലേ? ഓക്കെ ഓക്കെ. ഇത് നമ്മുടെ നാളും ഇതെല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഓരോ നാളുകൾക്കും ഉള്ള ഓരോ മരങ്ങൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഈ ഫ്ലാഷ് ഇവിടെ ഉണ്ട്, കടമ്പുണ്ട്. ഫ്ലാഷ് ഇവിടെ ഉണ്ട്. ഇതിന് നക്ഷത്രവനം എന്നാ സ്കൂളുകളിലൊക്കെ ഈ കുട്ടികളൊക്കെ നക്ഷത്രവനം ഉണ്ടാക്കുന്ന നട്ടുപിടിപ്പിക്കുന്ന തിരുവാതിര നക്ഷത്രം, അതിൻ്റെ കരിമരം, പറയുന്ന നക്ഷത്രം. അതുപോലെ തന്നെ നക്ഷത്രം അതിൻ്റെ കൂടെ തന്നെ ആ മരത്തിൻ്റെ പേരും കൂടെ രണ്ടും കൂടെ കൂടി ഒരു ബോർഡ് ഇതിൻ്റെ ചോട്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്.